മുല്ലപ്പെരിയാർ അണക്കെട്ട്. രാവിലെ ചൂടുള്ള ഒരു കട്ടൻ കാപ്പി ആസ്വദിച്ചു കുടിച്ച് ഉമ്മറത്തിരിക്കുകയായിരുന്നു ബാലചന്ദ്രൻ. അനൂപും ആതിരയും ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് എത്തി. ചേട്ടാ, ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി പറഞ്ഞു തരുമോ? പറഞ്ഞു തരാമല്ലോ. നമ്മൾ തേക്കടിയിൽ ബോട്ട് യാത്ര നടത്തിയപ്പോൾ കണ്ട മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചല്ലേ? പഴയ മദ്രാസ് ഗവൺമെൻറ് അന്നത്തെ തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടെ നിർമ്മിച്ചതാണ് മുല്ലപ്പെരിയാർ ഡാം. മദ്രാസ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്നു. തിരുവിതാംകൂറിൽ രാജഭരണമായിരുന്നെങ്കിലും രാജാവിനെ ബ്രിട്ടീഷുകാരാണ് നിയന്ത്രിച്ചിരുന്നത്. വിശാഖം തിരുനാളായിരുന്നു അന്ന് തിരുവിതാംകൂർ മഹാരാജാവ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണത്തിനുള്ള കരാറിൽ ഒപ്പുവയ്ക്കാൻ ദിവാൻ രാമയ്യങ്കാർക്ക് മഹാരാജാവ് അനുമതി നൽകിയത് ഹൃദയവേദനയോടെയാണ്. കരാർ ഒപ്പിടാൻ രാജാവിൻ്റെ മേൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ സമ്മർദ്ദമുണ്ടായിരുന്നു. പാട്ടക്കരാറിൻ്റെ കാലാവധി 1886 ജനുവരി 1 മുതൽ 999 വർഷമാണ്. ഇത്രയും ദീർഘകാലാവധിയുള്ള ഒരു കരാർ ലോക ചരിത്രത്തിൽ തന്നെ വേറെ കാണില്ല. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രഖ്യാപിത കാലാവധി 50 വർഷമാണ്. ഇന്നത്തെ കോൺക്രീറ്റിലും കരിങ്കല്ലിലും പടുത്ത ഡാമുകൾക്ക് 75 മുതൽ 100 വരെ വർഷം മാത്രമേ ആയുസ്സുള്ളൂ എന്നതാണ് വസ്തുത. ആ സാഹചര്യത്തിൽ എത്ര വിചിത്രമാണ് ഇത്തരമൊരു കരാർ എന്നത് ചിന്തിച്ചു നോക്കൂ. ശക്തിമാൻ ദുർബലനോട് കാണിച്ച ചതിയല്ലേ ചേട്ടാത്? അനൂപിന് ദേഷ്യം വന്നു. അതെ, സംശയമില്ല, ചേട്ടൻ സമ്മതിച്ചു. മദ്രാസ് ഗവർണറായിരുന്ന വെൻലോക്ക് പ്രഭു 1895 ഒക്ടോബർ 11 ഇതിൻ്റെ ഉദ്ഘാടനം നടത്തി. ഡാം രൂപകൽപ്പന ചെയ്തതും നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതും കേണൽ ജോൺ പെന്നി ക്വിക്ക് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്നു. ഡാം പണിതുകൊണ്ടിരുന്ന കാലത്ത് 5 ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ അപകടത്തിൽപ്പെട്ട് മരണമടയുകയുണ്ടായി. ഡാമിന് സമീപം തന്നെ ശവക്കല്ലറയുണ്ടാക്കി അവരെ അടക്കം ചെയ്തു. ഹോ, അവരുടെ ജീവൻ കൊടുത്തിട്ടാണ് അണക്കെട്ടുണ്ടാക്കിയത്. ആതിരയ്ക്ക് സങ്കടം തോന്നി. എത്രയോ പേർക്ക് അങ്ങനെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വരുന്നു. 450 മീറ്റർ നീളം വരുന്ന ഈ ഡാമിന് 43 ലക്ഷം രൂപ അന്ന് ചെലവായി. ഇവിടെ സംഭരിക്കുന്ന വെള്ളം 1.5 കിലോമീറ്റർ നീളത്തിൽ മല തുരന്നുണ്ടാക്കിയ ഒരു തുരങ്കത്തിലൂടെ തമിഴ്നാട്ടിലെത്തിച്ച് അവിടെ ജലസേചനത്തിന് ഉപയോഗപ്പെടുത്തുന്നു. ഈ ഡാമിനല്ലേ എന്തോ തകരാറുണ്ടെന്ന് പത്രത്തിൽ കണ്ടത്? അതെ, സിമന്റ് ലഭ്യമല്ലാതിരുന്ന അക്കാലത്ത് ചുണ്ണാമ്പും മണലും ശർക്കരയും ചേർത്തുണ്ടാക്കിയ ചാന്തുകൂട്ട് ഉപയോഗിച്ചാണ് ഈ അണക്കെട്ടിൻ്റെ കരിങ്കൽ പണി നടത്തിയിട്ടുള്ളത്. കാലപ്പഴക്കം മൂലം ഈ ഡാമിന് പലയിടത്തും ചോർച്ചയുണ്ടായിട്ടുണ്ട്. ഡാം ബലപ്പെടുത്തുന്നതിന് തമിഴ്നാട് സർക്കാർ 1980 ശേഷം ചില്ലറ പണികൾ ചെയ്തെങ്കിലും അതൊന്നും ഫലവത്തായില്ല. പടുവൃദ്ധനെ എത്ര ചികിത്സിച്ചാലും ചെറുപ്പക്കാരനാക്കാൻ പറ്റുമോ? മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സ്ഥാനത്ത് നിന്ന് പെരിയാർ തുടർന്ന് മുന്നോട്ടൊഴുകുമ്പോഴാണ് പെരുന്തുറ, കട്ടപ്പന, ചെറുതോണി എന്നീ പോഷക നദികൾ വന്നു യോജിക്കുന്നത്. ചെറുതോണിയാർ വന്നു ചേരുന്ന സ്ഥാനത്തിന് മുകളിലാണ് ഇടുക്കി അണക്കെട്ട്. ചെറുതോണിയാറിൽ മറ്റൊരു അണക്കെട്ടുണ്ട്. പെരിഞ്ചാർകുട്ടിയാറും മുതിരപ്പുഴയാറും ഇടമലയാറുമാണ് പെരിയാറിൻ്റെ മറ്റു പ്രധാന പോഷക നദികൾ. പെരിയാറിൽ ഭൂതത്താൻകെട്ടിന് സമീപമുള്ള അണക്കെട്ട് ജലസേചനത്തിന് മാത്രം പ്രയോജനപ്പെടുത്തുന്നു.
ഇടുക്കി, ലോവർ പെരിയാർ, ഇടമലയാർ, മുതിരപ്പുഴയാർ, കുണ്ടള, മാട്ടുപ്പെട്ടി, ആനയിറങ്ങൽ, കല്ലാർകുട്ടി എന്നീ അണക്കെട്ടുകൾ ജലവൈദ്യുത ഉൽപാദനത്തെ ലക്ഷ്യം വയ്ക്കുന്നു. പെരിയാറിൽ എത്രമാത്രം അണക്കെട്ടുകളുണ്ട്? അനൂപ് അത്ഭുതപ്പെട്ടു. പെരിയാറും അതിലെ ജലവൈദ്യുത പദ്ധതികളുമാണ് മോനെ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നട്ടെല്ല്, ചേട്ടൻ പറഞ്ഞു നിർത്തി. കേരളത്തിലെന്നല്ല, ഭാരതത്തിൽ തന്നെ മറ്റേതൊരു നദിക്കാണ് ഇതുപോലൊരു നേട്ടം അവകാശപ്പെടാൻ പറ്റുക? അനൂപ് ചിന്തയിലാണ്ടു. മക്കളെ, ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.